സീൻ പടം ഒന്നും പറയാനില്ല. ബാക്കി കൂടെ കണ്ടു പറയാം. ബാക്കി ഇതുവരെ അടിപൊളി. ടോവിനോ തൂക്കി, സീരിയസ്ലി അടിപൊളിയായിട്ടുണ്ട്. ഇല്ല ഒട്ടും പൊളിച്ചില്ല. 1.5 മണിക്കൂർ പോയത് പോലും പറഞ്ഞില്ല. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി. ഇതുവരെ നല്ല സെറ്റിംഗ് ഒക്കെ പടത്തിന്റെ. ആക്ഷനും കോമഡി ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ കോമഡി, ഇപ്പൊ ആക്ഷനാണ്. ഇന്റർവൽ ബ്ലോക്ക് നല്ല രസമുണ്ട്. പടം കൊള്ളാം. നല്ല രസം. രക്ഷയില്ല പറയാം. അടിപൊളിയാണ് പടം. നൈസാണ്. ഇന്റർവൽ വരെ ഓക്കെയാണ്. പക്കിയാണ്. കോമഡി ഉണ്ട് അത്യാവശ്യം. നല്ല ഒരു മൂവിയാണ്. ഇനി സെക്കൻഡ് ഹാഫും കൂടി കണ്ടിട്ട് ബാക്കി പറയാം ബ്രോ. പടം ഒന്ന് ഫുള്ള് കാണട്ടെ. ബേസിലും ടോവിനോ അടിപൊളിയായിട്ടുണ്ട്. ബേസിലിന്റെ ഹ്യൂമറൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ടോവിനോ നല്ല മാസമായിട്ടുണ്ട്. കൊള്ളാം. ഇനി സെക്കൻഡ് ഹാഫ് അടിപൊളി. നല്ല കോമഡിയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ ആകർഷിക്കും. മാസാണോ അതോ കോമഡിയാണോ? മാസും കോമഡിയും എല്ലാം ചേർന്ന ഒരു ക്യാമ്പസ് ചിത്രം. എനിക്ക് തോന്നുന്നു വളരെ നാളുകൾക്ക് ശേഷം തിയേറ്റർ കിടന്ന് കുലുങ്ങി. അതായത് ചിരിച്ചുകൊണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി. ഒന്നും പറയാനില്ല. ഇനിയിപ്പോ വിനീത് ശ്രീനിവാസനും കൂടെ വരണം സെക്കൻഡ് ഹാഫിൽ. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഞെട്ടിച്ചു കളഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മള് സാധാരണ ഇപ്പോ റിവ്യൂ പറയണ പോലെ അല്ല, ഇത് വളരെ ഉള്ളിൽ നിന്ന് പറയാണ്. കാരണം ഫസ്റ്റ് ഹാഫ് അതിഗംഭീരം. നമ്മള് അടിപൊളി. പടം എന്താന്ന് വെച്ചാൽ നല്ലൊരു ഇൻട്രസ്റ്റിൽ കൊണ്ടു നിർത്തുന്ന പടമാണ്. കാരണം ഒരു കോളേജ് ബേസിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം അവർ വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ്. ഇപ്പൊ ബേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പടത്തിന് വേണ്ടി തന്നെ വെയിറ്റ് ഒക്കെ കുറച്ച് നല്ലൊരു സിമ്പിളിനായിട്ടുണ്ട്. കോമഡി ആക്ഷൻ അടിപൊളിയാണ്. കാരണം നമുക്ക് ഈ പടം നല്ല ഇൻട്രസ്റ്റിൽ ഇരുന്ന് കാണാൻ പറ്റിയ പടമാണ്. കാരണം അറിയാലോ ടോവിനോ ഇനി നമ്മുടെ വിനീത് ശ്രീനിവാസൻ വരാനിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ത്രില്ലിംഗ് പടമാണ്. തിയേറ്റർ കത്തിച്ചോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കത്തിച്ചോ എന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇനി ബാക്കി കഴിയാം.